ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ OTX എന്ന് പറയുന്ന എയർ ഡ്രോപ്പിൻ്റെ ഒരു നല്ലൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും കാണും. ഒരുപാട് പേര് OTXൻ്റെ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. OTXൻ്റെ എയർ ഡ്രോപ്പ് ഒരുപാട് പേര് അതിൻ്റെ റിവാർഡിൽ ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക. കാരണം എന്താ വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്. ഓക്കെ, മാക്സിമം ഇതിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ OTX ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു സ്റ്റേക്കിംഗ് പ്ലാന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ പ്രീസെയിൽ അവസാനിച്ചു, അവരുടെ എയർ ഡ്രോപ്പ് അവസാനിപ്പിച്ചു. അതിനുശേഷം അവർ പ്രീസെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു OTX ടോക്കൺസ് നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റും. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ട് മേടിക്കാൻ പറ്റും. അതിൽ കുറച്ച് പാക്കേജസ് ആയിട്ട് അവർ തരം തിരിച്ചിട്ടുണ്ട്. ഒരു $50, $100. അപ്പോൾ നമുക്കിങ്ങനെ ഈ ചെറിയ ചെറിയ പാക്കേജിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പാക്കേജ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, OTX കോയിൻസ് നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ OTX കോയിൻ മേടിക്കുന്നതോടുകൂടെ ഇവർ അതിൻ്റെ കൂടെ പുതിയൊരു നല്ലൊരു കിടുക്കാച്ച അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു സ്റ്റേക്കിംഗ് പ്ലാനും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മേടിച്ചിട്ടാൽ മാത്രം നമ്മളത് ലീവ് ചെയ്യേണ്ട ആവശ്യമില്ല. മേടിച്ചിട്ടതിന് ശേഷം അത് സ്റ്റേക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ സ്റ്റേക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു നന്നായിട്ട് നല്ലതുപോലെ ഏൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ അവർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളൊരാളെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലെവൽ ഓഫ് ഇൻകം ഇതിലുണ്ട്. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ അണ്ടറിൽ ഇപ്പോൾ ഒരുപാട് പേര് എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ എയർ ഡ്രോപ്പ് ചെയ്യുന്നവരോടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, OTX കോയിൻ അവരോട് മേടിച്ചിടാൻ പറയാം. ഓക്കെ, അതിൻ്റെ ഒരു ലെവൽ 10 ലെവൽ ഓഫ് ഇൻകം ആണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ താഴത്ത് ഒരാൾ നമ്മുടെ ഫസ്റ്റത്തെ 4 ഫസ്റ്റത്തെ ലെവലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 7% കിട്ടും. സെക്കൻഡ് ലെവലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 3%, തേർഡ് ലെവലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 2%, നാലാമത്തെ ലെവലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 1%. ബാക്കിയുള്ള 5 to 10 വരെ എല്ലാവർക്കും 0.5% വെച്ചിട്ടാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 1000 കോയിന് 1000 OTX ടോക്കൺസ് 1000 OTX കോയിൻസ് ഞാൻ മേടിച്ചു. ഓക്കെ, 1000 ടോക്കൺസ് മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അണ്ടറിൽ ഒരാൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായോ, ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ 1000 കോയിന് മേടിച്ചു. ഓക്കെ, ഞാൻ 1000 കോയിന് മേടിച്ചു. എന്നെ റെഫർ ചെയ്തത് മുകളിലൊരാളുണ്ട്. ഓക്കെ, എന്നെ റെഫർ ചെയ്ത ഒരാൾ മുകളിലുണ്ട്. അയാൾക്ക് കിട്ടാൻ പോകുന്നത് 7%. അപ്പോൾ 1000 കോയിൻ്റെ 7% പറയുമ്പോൾ ഏകദേശം 70 കോയിൻസ്70 OTX കോയിൻസ് അയാളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ആർക്ക്? എന്നെ ഇൻവൈറ്റ് ചെയ്ത ആൾക്ക്. ഇങ്ങനെ സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, ഈ വീഡിയോയും അതുപോലെ നിങ്ങളുടെ റെഫർ ലിങ്കും ഷെയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി അത് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് OTX കോയിൻസ് മേടിക്കാം, എങ്ങനെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്റ്റേക്കിങ്ങിൻ്റെ കാര്യം കൂടി പറയാൻ സിമ്പിളായിട്ട് ഇതിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ സ്റ്റേക്കിംഗ് പ്ലാന്. ഏകദേശം കുറച്ച് പാക്കേജസ് ഇപ്പോൾ അവൈലബിൾ ആണ്. $50, $100, $250, 500, 1000, 2500 അങ്ങനെ പോകും. ഓക്കെ, എല്ലാ പാക്കേജിനും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 6 മാസം 12 സ്റ്റേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6 മാസം ചെയ്യാം, 12 മാസം ചെയ്യാം, 18 മാസം ചെയ്യാം. ഓക്കെ, 6 മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.5% വെച്ചിട്ട് നമുക്ക് ഡെയിലി കിട്ടും. നേരെ മറിച്ച് നമ്മൾ 12 ഒരു വർഷത്തേക്കാണ് ഇടുന്നതെങ്കിൽ ഏകദേശം 0.75% വെച്ച് നമുക്ക് ഡെയിലി കിട്ടും. നേരെ മറിച്ച് നമ്മൾ 18 മാസത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡെയിലി 1% വെച്ച് കിട്ടും. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 1000 കോയിൻ ഉണ്ടെന്ന് വിചാരിച്ചു. 1000 കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി നമ്മുടെ കയ്യിൽ നമുക്കിപ്പോൾ ഒരു 1000 കോയിൻ ഉണ്ട്. ഓക്കെ, ആ 1000 കോയിൻ നമ്മൾ നേരെ സ്റ്റേക്കിങ്ങിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, നമ്മൾ ആ ഒരു 1000 കോയിൻ ഏകദേശം നമ്മൾ 18 മാസത്തിനാണ് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റേക്ക് ചെയ്തത്. അപ്പോൾ ഈ 1000 കോയിൻ്റെ 1% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 10 OTX നമുക്ക് ഡെയിലി വെച്ച് കിട്ടും. 10 OTX വെച്ച് ഡെയിലി കിട്ടും.
ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റണം. നിങ്ങളൊക്കെ ഒരു $50 മേടിച്ചിട്ട് നല്ലൊരു പ്രൊജക്റ്റും കൂടിയാണ് OTX. നിങ്ങൾക്ക് ട്വിറ്റർ അക്കൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. OTXൻ്റെ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു കോയിനും കൂടിയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് OTX കോയിൻ മേടിക്കാം, എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് OTXൻ്റെ എയർ ഡ്രോപ്പ് ചെയ്തു വരാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. അന്നേരം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടാവും. ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം ഇതിൽ ഒരു $50 വെച്ച് ഇതിൽ നിന്ന് കോയിൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഡെയിലി എനിക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് ഏകദേശം 90.75 OUSD ആണ്. ഈ OUSD എന്നുള്ളതും OTX പറഞ്ഞതും രണ്ടും സെയിം ആണ്. നമുക്ക് OUSD എന്ത് ചെയ്യാൻ പറ്റും, OTXിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 9.75 OUSD എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാനും കൂടിയും പറ്റും. ഓക്കെ, മിനിമം ഏകദേശം അവർ പറയുന്നത് മിനിമം നമുക്കൊരു 20 USD OUSD എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാനും കൂടിയും പറ്റും. USDT ആയിട്ട് അത് വിഡ്രോ ചെയ്യാൻ കൂടിയും പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ആണ് ഓപ്ഷൻ ഉണ്ടാവും. അതിന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് TRC20 എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, TRC20 സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ എമൗണ്ട് എത്ര USDT. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറയുന്നത് ഏകദേശം ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ബൈനാൻസിൽ നിന്നൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് എമൗണ്ട് അടിക്കാനായിട്ട് എത്രയാണ് ഇവിടേക്ക് റിസീവ് ചെയ്യുന്ന എത്ര എമൗണ്ടാണെന്നുള്ളത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 50 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈനാൻസിൽ 51 അടിക്കണം. ഒരു USDT ഫീ ആയിട്ട് പോകും. എന്താ കാരണം, TRC20 അഡ്രസ്സിലോട്ടാണ് അടക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ജനറേറ്റ് ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു അഡ്രസ്സും തരും. ഈ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബൈനാൻസ് വഴി മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് നമ്മുടെ USDT ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കായിട്ട് താഴത്തോട്ട് ശ്രദ്ധിച്ചാൽ മിനിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 5 USDT ആണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു നെറ്റ്വർക്ക് കൺഫർമേഷൻ മാത്രം മതി. അപ്പോൾ ഏകദേശം 2-3 മിനിറ്റുകൾക്കകം നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ എത്ര USDT ആണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിവിടെ എത്തിച്ചേരുന്നതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഏകദേശം 50 USDTക്ക് എനിക്ക് കിട്ടിയത് ഏകദേശം 5662 OTX ആണ്. ഞാൻ ജസ്റ്റ് സ്റ്റേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 18 മാസത്തിലോട്ടാണ് ഞാൻ സ്റ്റേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഡെയിലി എത്ര കിട്ടും, 1% വെച്ച് കിട്ടും. 194ൻ്റെ 1% വെച്ച് OUSD എനിക്ക് ഡെയിലി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതേപോലെ ജസ്റ്റ് നിങ്ങളിവിടെ സ്പോട്ട് അതുപോലെ പ്രൈവറ്റ് സെയിൽ ഉണ്ടാവും. പ്രൈവറ്റ് സെയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഏകദേശം 660 OTX എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റഫറൽ റിവാർഡായിട്ട് കിട്ടിയിട്ട് നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ റഫറൽ റിവാർഡായിട്ട് ഏകദേശം 660 OTX ടോക്കൺസ് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡെപ്പോസിറ്റിൻ്റെ ഒരു നമ്മുടെ സ്റ്റേജ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അക്കൗണ്ട് കുറച്ച് സെക്യൂർഡ് ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇവിടെ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ സെറ്റപ്പ് ചെയ്യുക. ഒതൻറ്റിക്കേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ തന്നെ ആവും. ജസ്റ്റ് എനേബിൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഒന്നെങ്കിൽ ഈ കോഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സ്കാനർ വെച്ചിട്ട് നിങ്ങൾ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ആപ്പിൽ വെച്ചിട്ട് അത് സെറ്റപ്പ് ചെയ്യുക. അതാണ് നിങ്ങൾ പിന്നെ ചെയ്യണത്. ഓക്കെ, ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ആപ്പ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അക്കൗണ്ട് നെയിം ജസ്റ്റ് ഒരു OTX എന്നുള്ള എന്തിലിട്ടിട്ട് നിങ്ങളെ കീയും അവിടെ വെച്ചിട്ട് അത് സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, OTX നമ്മുടെ ഈ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെന്തായാലും നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സെക്യൂർഡ് ആയിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് വിഡ്രോ എടുക്കുക എന്നുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഇവിടെ ഏറ്റവും മുകളിലുണ്ടാവും വിഡ്രോ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇവിടെ കാണും വിഡ്രോ വാലറ്റ്. എനിക്കിപ്പോൾ ഏകദേശം 9 USD എനിക്ക് വിഡ്രോ എടുക്കാൻ പറ്റും. ജസ്റ്റ് വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഇതിലാണ് എന്നുള്ള കാര്യമൊക്കെ അതിൽ വരും. ഓക്കെ, ഇവിടെ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് അഡ്രസ്സിലോട്ടാണ് നിങ്ങൾക്ക് വിഡ്രോ എടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും വരും. അപ്പം നമുക്ക് മിനിമം ബാലൻസ് വന്നാലേ അതിനുള്ള ഓപ്ഷൻ വരുള്ളൂ. ഓക്കെ,
ഓക്കെ, ഏറ്റവും താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സെലക്ട് ടൈപ്പ്, ബാലൻസ് അവൈലബിൾ, ട്രോൺ, വിഡ്രോ എമൗണ്ട്, വിഡ്രോ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ സെലക്ട് ടൈപ്പ് മെയിൻ, നമ്മുടെ മെയിൻ വാലറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ എത്ര വിഡ്രോ അടിക്കാൻ പറ്റും? 9.75 USDT പറ്റും. നെറ്റ്വർക്ക് ട്രോൺ ആണ്. വിഡ്രോ എമൗണ്ട് എത്രയാണ്? 9 കൊടുക്കുക. പക്ഷേ വിഡ്രോ ആവില്ല, കാരണം എന്ന് വെച്ചാൽ മിനിമം 20 USDT. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. വിഡ്രോ അഡ്രസ്സ് നിങ്ങൾ TRC20 അഡ്രസ്സ് ബൈനാൻസിലെയോ ഏതെങ്കിലും എക്സ്ചേഞ്ചിലെയോ ചെയ്യാം. ബൈനാൻസിലത്തെ ചെയ്യാനാണ് ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അവരുടെ നെറ്റ്വർക്ക് ഫീ അവർ പറയുന്നുണ്ട് എത്ര 5% പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, മിനിമം വിഡ്രോയിലോട്ട് പറയുന്നുണ്ട് 20 ആണെന്നുള്ളത്. ഓക്കെ, പിന്നെ എത്ര കാര്യങ്ങളോ. അപ്പോൾ നിങ്ങൾ അതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ ചോദിക്കും. അത് നിങ്ങളവിടെ കൊടുക്കുക, സെറ്റാക്കാം. ഓക്കെ, ഇത്രയുള്ള വിഡ്രോവലിൻ്റെ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. നല്ലൊരു പ്രൊജക്റ്റാണ്. ഒടിഎക്സിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, ഒരുപാട് പേർക്ക് നിങ്ങൾ എയർ ഡ്രോപ്പ് കിട്ടിയതാണ്. ഓക്കെ, എയർ ഡ്രോപ്പ് കിട്ടിച്ചിട്ട് നിങ്ങൾ എയർ ഡ്രോപ്പ് കിട്ടിയിപ്പോൾ ക്യാഷ് ഇല്ലായിട്ട് മേടിക്കാതിരിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, നിങ്ങൾ എയർ ഡ്രോപ്പ് കിട്ടിയ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഭദ്രമായിട്ട് വെക്കുക. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളായിട്ട് നമ്മൾ ന്യൂ വീഡിയോ വരുന്നതാണ്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. നല്ലൊരു പ്രോജക്റ്റാണ്, ഗ്രേറ്റ് പ്രോജക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഒരുപാട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ബിൽഡിങ്ങാണ് എല്ലാ പ്രൊജക്റ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും അതുതന്നെയാണ് എയിം. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. നല്ലൊരു പ്രൊജക്റ്റും കൂടിയാണ്. പറ്റുന്ന ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യുക, ചെറിയൊരു ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മേടിക്കാനും വരാം. നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.